ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു വെറൈറ്റി കാക്ടസ് ഫാമാണ് കാണാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഇത്രയൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും അധികം വെറൈറ്റീസ് ഒക്കെ ഉണ്ടെന്ന് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോഴത്തേക്കാണ് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. ഈ ഇടയ്ക്ക് നമ്മൾ കുജറയിലെ UAE ഫ്ലവർ ഗാർഡൻ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മൾ ഈ ഒരു കാക്ടസ് ഫാമും വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ കുറേ ട്രോളികളിലും ചട്ടികളിലും ടയറുകളിലും ഒക്കെ ആയിട്ട് കുറേ വെറൈറ്റി സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും ഈ ഒരു ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പം ശരിക്കും ഞാനൊക്കെ ലൈഫിൽ കണ്ടിട്ടില്ലാത്ത അത്രയ്ക്കും സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിപ്പം പുറത്തുള്ള ഭാഗത്താണ്. ഇവിടെയും ഒരുപാട് സംഭവങ്ങളുണ്ട്. നമുക്ക് ആകെ ഇതിൻ്റെയൊക്കെ പേരറിയാന്നുള്ളത് നോർമൽ കാക്ടസ് അറിയാം, പിന്നെ കുറച്ച് കറ്റാർ വാഴയുടെയൊക്കെ കുറച്ച് വെറൈറ്റി ഉണ്ട്. അത് മാത്രം തന്നെ നമുക്ക് അറിയുന്നതുള്ളൂ. ശരിക്കും ഇവിടെയൊക്കെ കാണുന്ന ഈ നല്ല വലിപ്പമുള്ള കാക്ടസുകൾ മാത്രമാണ് ഒരു ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ടൊക്കെ നട്ടിരിക്കുന്നത്. ബാക്കി അപ്പുറത്തേക്കൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഒത്തിരി വെറൈറ്റി ഇങ്ങനെ അടുക്കിയടുക്കി നട്ടിട്ടുണ്ട്. ശരിക്കും നമുക്ക് 1 by 1 എടുക്കുകയാണെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ടാവും. ഒന്നാമത് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം കാണാനുണ്ട് എന്ന് വിചാരിച്ച് വന്നതല്ല. പക്ഷേ ഇവിടെ വരുമ്പോഴാണ് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ. അപ്പോൾ പുള്ളിയാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നമുക്കൊന്ന് കാണാൻ പോകാമെന്ന്. അങ്ങനെ ശരിക്കും വന്നതാണ് ഞങ്ങളിവിടെ. എനിക്ക് പേഴ്സണലി തോന്നിയത് UAE ഫ്ലവർ ഗാർഡനേക്കാൾ കുറച്ചുകൂടി വെറൈറ്റി ഇവിടെയാണെന്നാണ്. അവിടെ നമുക്ക് ഒരേപോലെയുള്ള കുറേ പൂക്കൾ കാണാം എന്നല്ലാണ്ട് പ്രത്യേകിച്ച് നമുക്കങ്ങനെ വെറൈറ്റി സംഭവങ്ങളൊന്നും കാണാനുണ്ടായിരുന്നില്ല. ഇത് ആക്ച്വലി ഒരാളുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയാണ്. ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ പുതിയ കുറേ ചട്ടികളിലൊക്കെ ആയിട്ട് പുതിയ ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ പിന്നിലോട്ടെത്തുമ്പം ഒരു നോർമൽ ഫാമാണ്, നമ്മുടെ പനയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള. ഇവിടേക്ക് ഇപ്പോൾ കയറാൻ പെർമിഷൻ ഉണ്ടെങ്കിലൊക്കെ കയറാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഇവിടെ തൊട്ടടുത്തുള്ള ആൾ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് പിന്നെ പെർമിഷൻ വേണ്ടി വന്നില്ല. സംഭവം പുറത്തുനിന്ന് കണ്ട പോലെയല്ല, അകത്ത് നല്ല വിശാലമായ ഷോറൂം, അടിപൊളി എന്തൊക്കെയോ വെറൈറ്റി, സ്നേക്ക് പ്ലാന്റിൻ്റെ വെറൈറ്റി, കാക്ടസിൻ്റെ വെറൈറ്റി, നമുക്ക് അറിഞ്ഞൂടാത്തതാണ് ഒരുപാടും. സംഭവം അടിപൊളിയാണ് കേട്ടോ. എന്തായാലും ഇത് നമ്മുടെ സ്വന്തം കറിവേപ്പില അങ്ങനെ നിറയെ ഇലയൊക്കെയായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടില്ല. നമ്മൾ ഈ വന്നതിൻ്റെ ആവേശത്തിൽ ജസ്റ്റ് ഓടി നടന്നൊക്കെ ഇവിടെയൊക്കെ ഒന്ന് കണ്ടിട്ട് ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും വിസിറ്റേഴ്സ് അലൗഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇതിപ്പം വന്നാലും അധികം ആൾക്കാർക്ക് കാണാൻ പറ്റില്ല. അപ്പം ഇവിടെ കണ്ട കാഴ്ചകളിൽ ഞങ്ങൾക്ക് പറ്റുന്നതൊക്കെ കവർ ചെയ്ത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. സാധാരണ എൻ്റെ വീഡിയോകളിലൊക്കെ ഞാൻ ഇടുന്നതിനെ പറ്റി എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ എന്നെ സംസാരിച്ചുകൊണ്ടിരിക്കാറുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ ഈ സംഭവം കണ്ടിട്ട് സത്യത്തിൽ എനിക്കൊന്ന് പേരുകൾ പോലും പറഞ്ഞു തരാനുള്ള അറിവില്ലാത്തത് കാരണം നമുക്ക് പിന്നെ അധികം ഒന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും ഇത്രയും അധികം സംഭവങ്ങൾ ഒരു പേഴ്സണൽ പ്രോപ്പർട്ടി ആയിട്ട് കളക്ട് ചെയ്ത ആളെ നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടിയിരിക്കുന്നു. അമ്മാതിരി കളക്ഷൻസാണ്. മുമ്പൊക്കെ ഇവിടെ വിസിറ്റേഴ്സ് അലൗഡ് ആയിരുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ടാണ് ഈ സംഭവം വിസിറ്റേഴ്സിനെ അലൗ ചെയ്യാണ്ടായത്. അപ്പം എങ്ങാനും ഇത് ഓപ്പൺ ആവുന്നതായിട്ട് ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. വന്നൊന്ന് കാണേണ്ടത് തന്നെയാണ്. അയ്യോ, ഒരു രക്ഷയില്ലാടോ. ഇത് മറ്റേ ഈ സംഭവം ഇതിനല്ലേ ചങ്ങലം പെരട്ട എന്നൊക്കെ പറയുന്ന മരുന്നല്ലേ? ഏതാണ്ട് ഇതുപോലെയാണ് നിൽക്കാറുള്ളത്. ഇല്ല, ഇത് നോക്കിയടാ, ഇതാ കുരങ്ങന്റെ പാല് പോലും. ഇത് പൂച്ചവല്ല, കുരങ്ങന്റെ പാലാ. ഞാൻ പിന്നെ ഒരു ചെടികളും മിസ്സാവണ്ടെന്ന് വിചാരിച്ചിട്ട് മൊബൈൽ ഫുൾ ടൈം ഇങ്ങനെ ഓണാക്കിയിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിനിടയ്ക്കൊക്കെ കുറേ അധികം കുഞ്ഞു കുഞ്ഞു ചെടികളാണ്, ഒക്കെ നല്ല അടുക്കിയാണ് വെച്ചിരിക്കുന്നത്. ഒരു സെക്ഷൻ തിരിച്ചാണ് വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. ഒരു സെക്ഷനിൽ ഫുള്ളായിട്ട് ഇങ്ങനെ വളരെ കുട്ടി കുട്ടി സംഭവങ്ങളും, പിന്നെ ഇങ്ങടേക്ക് വരുമ്പോഴത്തേക്ക് കുറച്ച് വലിയ ചെടികളും ഒക്കെ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ പോലെ മുള്ളുകൾ പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. അത് അത്യാവശ്യം നന്നായിട്ട് സൂക്ഷിച്ച് തന്നെ നടക്കേണ്ടി വരും. ഇവിടെ വിസിറ്റേഴ്സിന് ഓപ്പൺ ആയിരുന്ന സമയത്തും ഇവിടെ എൻട്രി ഫീസൊന്നും ചാർജ് ചെയ്യുന്നുണ്ടായിരുന്നില്ല.
പ്ലാനിട്ടാണ് ഫുജിറയ്ക്ക് പോയിട്ടുണ്ടായിരുന്നത്. അത് ഉച്ചയ്ക്ക് ശേഷമാണ് പോയത്. അപ്പോൾ അതിൽ മെയിനായിട്ട് നമുക്ക് കാണാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്ന UAE ഫ്ലവർ ഗാർഡൻ ആണ്. അവിടേക്ക് പോകുന്നതിന് മുന്നേ ആണ് നമ്മൾ ഇവിടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും നമ്മൾ ആദ്യത്തെ ഒരു ഗ്രീൻ ഹൗസ് മാത്രം തന്നെ കവർ ചെയ്തിട്ടുള്ളൂ. രണ്ടാമത്തതിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും അവിടെ അതിലും അധികം വെറൈറ്റീസാണ്. അപ്പോൾ പറ്റുന്നതൊക്കെ നമ്മൾ ഓടിപ്പിടിച്ചൊന്ന് കണ്ടിട്ട് വേഗത്തിൽ നമ്മൾ അപ്പുറത്തേക്ക് പോവുകയാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു സെക്ഷനിലേക്ക് വരുമ്പോൾ സെൻറ്ററിലൊക്കെ അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള റൂഫൊക്കെ മുറിച്ച് പുറത്തേക്ക് പോയിട്ടുള്ള കുറേ ക്യാക്ടസുകൾ, പിന്നെ സൈഡിലൊക്കെ പറഞ്ഞ പോലെ അപ്പുറത്തെ കണ്ടതുപോലെ തന്നെ കുറേ കുട്ടി 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 സംഭവങ്ങൾ. ശരിക്കും എനിക്കിതൊക്കെ 1 by 1 ഇങ്ങനെ കാണണം എന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഫ്ലവർ ഗാർഡനിലേക്ക് എത്തുമ്പം ഇരുട്ടി പോകുമെന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ വേഗത്തിൽ കണ്ടിട്ട് പോവുകയാണ് ഉണ്ടായത്. ഇപ്പം ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു നമ്മുടെ എന്താണ് കറ്റാർവാഴയുടെ ഒരു മഞ്ഞ പൂവുള്ളത്, ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. നമ്മുടെ വീട്ടിലുള്ളതിൽ ഓറഞ്ച് പൂക്കൾ ഉണ്ടാവാറുണ്ട്. അത് തന്നെ ഒരു 3-4 വർഷം മുന്നെയാണ് കറ്റാർവാഴയ്ക്ക് പൂവുണ്ടാവും എന്ന് തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ അതിൽ വേറെ വേറെ കളറിലുള്ളതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ധൃതി പിടിച്ച് കാണേണ്ടി വന്നപ്പോൾ നമുക്ക് കുറച്ചുകൂടി മുന്നേ വരായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലാത്തത് കാരണം നമ്മൾ പറ്റുന്നതൊക്കെ ഇങ്ങനെ ഓടി നടന്നിട്ട് കാണുന്നുണ്ടായിരുന്നു. കുറച്ച് ധൃതി പിടിച്ചിട്ടാണെങ്കിലും അത്യാവശ്യം എല്ലാം നമ്മളൊന്ന് ഓടി നടന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. പുറത്തേക്ക് വരുമ്പോൾ ഇതുപോലെ കുറേ അർബാനയിലൊക്കെ ഇങ്ങനെ നട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെ ഒരു ഫാം സ്റ്റേ പോലെ ഇങ്ങനെ ഒരു വീട് പോലെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചുറ്റുമായിട്ടും കുറേ ഇങ്ങനെ സ്റ്റാൻഡൊക്കെ ചെയ്ത് ടേബിൾ പോലെയൊക്കെ ആക്കിയിട്ടൊക്കെ നട്ടിട്ടുണ്ട്. പിന്നെ ഒരു ബോട്ടിൻ്റെ ഷേപ്പിൽ എല്ലാത്തിൻ്റെ ഉള്ളിലും ഏകദേശം ഈ ചെടികളുടെ കളക്ഷൻ എന്ന് പറയുന്നത് മിക്കവാറും എല്ലാം ക്യാക്ടസ് തന്നെയാണ്. പിന്നെ അല്ലാണ്ട് കുറേയൊക്കെ ഉണ്ട്. ആ ഒരു ഫാം സ്റ്റേയുടെ ഫ്രണ്ടിലേക്ക് എത്തുമ്പം പല വെറൈറ്റി ചെടിച്ചട്ടികളും ഒക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് സമയക്കുറവ് കാരണം നമ്മൾ എല്ലാം ഒന്ന് ഓടിപ്പിച്ച് കാണിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ഒരു കാക്ടസ് ഫാമിലെ കാഴ്ചകൾ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.